രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു. കൂടുതലും ഏതെങ്കിലും ആൾക്കാർ ഈ കെട്ടിടത്തിനകൽ ഉള്ളിൽ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു പരിശോധനയാണ്. നേരത്തെ അനന്തനും മാർഷലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരാണ് ആദ്യം മുകളിലേക്ക് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ അവിടെയൊക്കെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിൽ ആ സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശത്താണ്. തേയിലത്തോട്ടത്തിന് സമീപത്തൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി അവിടെ പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇന്നലെ ഒരു മൃതദേഹമടക്കം ലഭിച്ചിരുന്നു. ഈ ചുരൽമല ആ പുഴയോട് ചേർന്ന് തന്നെ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോഴും ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ സൈന്യം നിർമ്മിച്ച വേലിപ്പാലത്തിലൂടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ തിരച്ചിൽ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇത് രാത്രി വൈകിയോളം തുടരുകയാണ്. ഇന്നലെ രാത്രിയും സമാനമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ ഇന്നലെ നടത്തിയിരുന്നു. ആ സമയത്താണ് ഒരു ജീവൻ്റെ തുടിപ്പ് മണ്ണടിയിലുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. എന്നാൽ 3 തവണ ആ ഒരു പരിശോധന നടത്തിയെങ്കിലും അവസാനം നമുക്ക് ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. കാര്യം അങ്ങനെ ഒരു ജീവൻ്റെ തുടിപ്പില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു. എങ്കിൽ പോലും മുഖ്യമന്ത്രി ഇടപെട്ട് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഒരു കാരണവശാലും നിർത്തരുത്, പരമാവധി പരിശോധന നടത്തുക, ഏതെങ്കിലും മണ്ണിനടിയിൽ ഏതെങ്കിലും മനുഷ്യരുടെ ഒരു ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഒരു ശ്മശാന മൂകമായിട്ടുള്ള ഒരു അന്തരീക്ഷം, എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്. ഇവിടെ എത്തുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്ന ആൾക്കാരായാലും ഈ മറ്റ് തിരച്ചിലിനെത്തുന്ന ആൾക്കാരായൊക്കെ തന്നെയായാലും അവരുടെയൊക്കെ തന്നെ മുഖത്ത് ഒരു രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നടൻ മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ ഇന്ന് ഇവിടെയൊക്കെ എത്തുന്നുണ്ട്, ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സമാശ്വാസമായി എത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർ, അപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ, ഓരോ ആൾക്കാരും അവരുടെ ഒരു ഉറ്റവരെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മേൽവിലാസം ഇതായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. പല ആൾക്കാരും ക്യാമ്പിൽ തന്നെയാണ്. നേരത്തെ മധു പറഞ്ഞതുപോലെ പല ആൾക്കാരും ക്യാമ്പിലാണ്. ക്യാമ്പിന് ചുറ്റും അവർക്ക് ചുറ്റും ആൾക്കാരുണ്ട്, അവരുടെ സൗഹൃദങ്ങളുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ആ ക്യാമ്പിന് ചുറ്റും ഒരു ശബ്ദവും ഒക്കെ അടുത്ത് ചേർത്ത് നിർത്താൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു പരിഗണനയുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഒറ്റപ്പെട്ടു പോകുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്. വരാൻ പോകുന്ന ഭാവി എന്താണ്? കാര്യം വലിയ രീതിയിൽ വലിയ കെട്ടിടങ്ങളൊക്കെ, 2 നില കെട്ടിടങ്ങളൊക്കെ തന്നെ, വീടുകളൊക്കെ തന്നെ നിർമ്മിച്ച് അവിടെ ആ ഒരു വലിയ രീതിയിലുള്ള സുഖകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ മനുഷ്യരൊക്കെ തന്നെ ഒരു രാത്രിയുടെ ഒരു നിമിഷത്തിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട്, ആ നിമിഷത്തിൽ ചിലപ്പോൾ പല ആൾക്കാർക്കും ജീവൻ നഷ്ടമാകും. ആ ആൾക്കാരെല്ലാം തന്നെ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ തന്നെ ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ചുരൽമല ടൗൺ ഭാഗത്ത് ചില കടകളോട് ചേർന്നിട്ട് ചില റോഡിലേക്ക് ഇറക്കുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചില ഒരു ഷെഡുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവകത്തൊക്കെ തന്നെ JCB വെച്ച് പൊളിച്ചു മാറ്റുകയാണ്. കാര്യം ഇവിടെ കൂടുതൽ ഈ തിരച്ചിലിന് വേണ്ടിയുള്ള വലിയ ഉപകരണങ്ങളൊക്കെ തന്നെ എത്തിക്കുകയാണെങ്കിൽ അത് ഈ ബേലിപ്പാലം വഴി അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ ഒരു വഴി ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഒപ്പം തന്നെ മറ്റ് പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരമാവധി പരിശോധനകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യസംഘത്തിൻ്റെ ലക്ഷ്യം. നേരത്തെ 40 അംഗ സൈന്യമാണ് മുകളിലേക്ക് പോയത്. ഒപ്പം തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വനംവകുപ്പൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കാട്ടിനുള്ളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ നെഞ്ചോട് ചേർത്ത് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ ഒരു ആ കാട്ടിനുള്ളിൽ അകപ്പെട്ട ആൾക്കാരെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടാകും. പക്ഷേ ഒട്ടേറെ മനുഷ്യജീവനുകൾ, 200-ലധികം മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിലുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ മണ്ണിനടിയിലുണ്ടാകാം എന്നുള്ള വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയത്തും ഇവിടെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വലിയ ഒരു ശ്മശാനമുഖമായിട്ടുള്ളൊരു അന്തരീക്ഷം, കാർമേഘം നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും ഇന്നും അവിടെ വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. പക്ഷേ മഴ പെയ്യാതിരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു രക്ഷാദൗത്യത്തിന് ഏറ്റവും സഹായകരമായിരിക്കുന്ന ഒരു സാഹചര്യം. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരു ജീവനെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ഒരു വിശ്രമവും കൂടാതെയുള്ള തിരച്ചിലായിരിക്കും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടൻ മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തി, ക്യാമ്പുകളിലേക്ക് എത്തി പരിശോധന നടത്തുന്നു. ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 5 ദിവസമായിരിക്കുന്നു. ഇനി ഏതെങ്കിലും മൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും മറ്റുമൊക്കെ തന്നെ അഴുകിയ
അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ ആ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കിടന്ന് ചീഞ്ഞളിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നേരത്തെ ആ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന കെട്ടിടങ്ങളുടെ കാഴ്ചയാണ് നാം കാണാൻ സാധിക്കുന്നത്. ആ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് ഈ മരത്തിൻ്റെയും മറ്റ് വേരുകളും കല്ലുകളും ഒക്കെ തന്നെ അടിഞ്ഞു കൂടി അവിടെ ഒക്കെ തന്നെ അതെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. പല ആൾക്കാരും നേരത്തെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന പണപ്പെട്ടിയൊക്കെ തന്നെ ആയിരിക്കാം ആ കാണുന്നത്. അതിലുള്ള പണങ്ങളെല്ലാം തന്നെ നഷ്ടമായ പെട്ട് തന്നെ പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായത് മോത്തി. ആ ഒരു മനുഷ്യരെ ചേർത്ത് പിടിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം തന്നെ, ഒപ്പം തന്നെ ഈ പ്രദേശത്ത് കാണാതായ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന്, ദൗത്യ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന്, നല്ലവരായ കുറേ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.